കേരളത്തിലെ PSCയിൽ നടക്കുന്ന അഴിമതിക്കെതിരാണ് ഈ സമരം. PSCയുടെ വിശ്വാസം മുഴുവൻ നഷ്ടപ്പെടുത്തിയ നിരവധി ക്രമക്കേടുകൾക്കെതിരാണ് ഈ സമരം. യുവമോർച്ച ആവശ്യപ്പെടുന്നത് കേരളത്തിലെ PSC നടത്തിയിട്ടുള്ള ക്രമക്കേടുകളെ സംബന്ധിച്ച് CBI അന്വേഷണം നടത്താനാണ്. കേരളത്തിലെ VD സതീശന്റെ പോലീസും വിജിലൻസും അന്വേഷണം നടത്തിയത് കൊണ്ടൊന്നും PSCയുടെ തട്ടിപ്പും വിവേചനവും സ്വജനപക്ഷപാതവും കൊണ്ട് റാങ്ക് ലിസ്റ്റിലുള്ളവരെ നിയമിക്കാതെ, അതുപോലെ തന്നെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതെ കേരളത്തിലെ അഭ്യസ്തവിദ്യരായി കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ തൊഴിലിനു വേണ്ടി കാത്തിരിക്കുന്ന നിരവധി പ്രത്യേകിച്ച് LP സ്കൂൾ ടീച്ചർമാർ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പ്രതീകാത്മകമായി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ മണ്ണും പുല്ലും തിന്നവർ സമരം നടത്തുകയാണ്, അവർ മുട്ടുകുത്തി സമരം നടത്തുകയാണ്. പക്ഷേ ആ സമരത്തെ VD സതീശന്റെ സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല. സതീശനും കൂട്ടരും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരാഭാസങ്ങൾക്ക് പിറകിലാണ്. ഏറ്റവും അവസാനം വരുന്ന വാർത്ത ജാർഖണ്ഡിൽ നിന്നാണ്. ജാർഖണ്ഡിൽ ഇതുപോലെ PSC തട്ടിപ്പെതിരെ വിദ്യാർത്ഥികളും യുവാക്കളും നടത്തിയുള്ള സമരത്തിന് മുന്നിൽ അവിടുത്തെ PSC ചെയർമാൻ രാജിവെച്ചിരിക്കുന്നു. ജാർഖണ്ഡിലെ PSC ചെയർമാൻ രാജിവെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ PSC ചെയർമാൻ 10 തവണ രാജിവെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമുക്കറിയാം, ആസൂത്രണ ബോർഡിലേക്ക് നടന്നിട്ടുള്ള ഒരു നിയമനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നു. അന്വേഷണ ഏജൻസികൾ തെളിവുകൾ പുറത്തു കൊണ്ടുവന്നപ്പോൾ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ്. പിണറായി വിജയന്റെ ഉത്തരവനുസരിച്ച് CPM-ന്റെ ഇടതുപക്ഷ സംഘടനയിൽ ഒരാളെ നിയമിക്കുന്നതിന് വേണ്ടി ചോദ്യം ചോർത്തുക മാത്രമല്ല, അവർക്ക് വേണ്ടപ്പെട്ട ആൾ പരീക്ഷ എഴുതിയപ്പോൾ അവൻ അറിഞ്ഞുകൂടാത്ത ചോദ്യങ്ങളെല്ലാം ക്യാൻസൽ ചെയ്തു. വിചിത്രമാണ് കേരളത്തിലെ അവസ്ഥ. അങ്ങനെയുള്ള നിരവധി തട്ടിപ്പുകൾ നടത്തിയ ഈ PSC ചെയർമാനെ, ഈ PSCയെ പിരിച്ചുവിടുകയാണ് വേണ്ടത്. ഈ PSCയെ നടപടിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് VD സതീശൻ വലിയ താത്വികമായ അഭിപ്രായങ്ങൾ പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഇത് ഭരണഘടനാ സ്ഥാപനമാണ്, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. മിസ്റ്റർ VD സതീശൻ, നിങ്ങൾക്ക് ഒന്നും ഭരണഘടനയെ സംബന്ധിച്ച് കൃത്യമായ അറിവില്ലാത്തത് കൊണ്ടാണ്. കാരണം ഇന്ത്യയുടെ ഭരണഘടനയിൽ PSC ചെയർമാനെ റിമൂവ് ചെയ്യുന്നതിന് അണ്ടർ ആർട്ടിക്കിൾ 317 ഉണ്ട്. അതിന്റെ ഉപവകുപ്പ് അനുസരിച്ച് എല്ലാ വിവരങ്ങളും, എല്ലാ വിശദാംശങ്ങളും, എല്ലാ തെളിവുകളും പരാതികളും നമ്മുടെ രാഷ്ട്രപതിക്ക് കൊടുക്കാൻ VD സതീശൻ തയ്യാറായാൽ രാഷ്ട്രപതി അത് പരിശോധിച്ച് സുപ്രീം കോടതിക്ക് റെഫർ ചെയ്യും. ആ റെഫർ ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ കേരളത്തിലെ ഗവർണർക്ക് ഈ കള്ള PSC ചെയർമാനെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം നമ്മുടെ ഭരണഘടന തന്നെ നൽകുന്നുണ്ട്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി അല്ല, ഈ പോക്കിരി മുഖ്യമന്ത്രി ഇവിടെ പറയുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ്. എനിക്ക് യുവമോർച്ചയുടെ നേതൃത്വത്തോട് പറയാനുള്ളത്, VD സതീശനെ വിശ്വസിക്കേണ്ടതില്ല. ഇവിടുത്തെ യുവാക്കളുടെ, ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ഭാവി കണക്കിലെടുത്തുകൊണ്ട് ഈ PSCയെ പിരിച്ചുവിടുന്നതിനാവശ്യമായ നടപടികളുമായി തെളിവുകൾ ശേഖരിച്ച് രാഷ്ട്രപതിക്ക് പരാതി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം.